ഹലോ, ഇത് ഞങ്ങളുടെ കീരിക്കാരനും ബസ്സിന് കേട്ടാ. ഇത് കീരിക്കാടൻ, ഇത് തുരപ്പം ബസ്സി. ഓൻ ചോറിനായിരുന്ന തുരപ്പായിരിക്കണ പോലെ ആയിട്ടായിരിക്കാം. നോക്കുക ആൾക്കാരോട് വർത്താനം പറയും മടി കൂടാണ്ട്. ഞങ്ങൾക്ക് നേരം വിളിച്ചായി വശം തസ്സി പോയിപ്പോൾ അപ്പച്ചനോട് അമ്മച്ചി പറഞ്ഞിട്ട് ചാള അടിച്ചു. ഞങ്ങളുടെ അത്ര ഓരോ ചാള കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് വയറ് നിറഞ്ഞു. അപ്പം ഞങ്ങൾ നല്ല ഉറക്കുറങ്ങാന്ന് വിചാരിച്ചിട്ടാട്ടോ. നിങ്ങളതുപോലെ കാലത്തൊക്കെ ഭക്ഷണം കഴിച്ചോളൂ കേട്ടോ കൂട്ടുകാരെ. ഇവർ രണ്ടാളും ഒരമ്മ ഇവരെ വേറെ സ്ഥലത്ത് പ്രസവിച്ചിട്ട് ഞങ്ങളോടേക്ക് കൊണ്ടുവരും. ഇവിടെ ഫുഡ് കിട്ടുന്നത് ഒരുവിധ പൂച്ചകൾക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയായിരുന്നു അല്ലേ? ഇപ്പോൾ ഒരു വലിയ ചെക്കന്മാരായി. ഇപ്പോൾ തന്നോളം പോകുന്നൊരു ചാള നിന്നിട്ട് രണ്ടാളും കിടക്കണം. വർത്താനം പറയും, വർത്താനം പറയേ വശിയെ ഉറങ്ങാൻ മറ്റേതേ ഒരു വർത്താനം പറയടാ. കണ്ട അയച്ചമ്മോ ബാസിക്ക് ഭയങ്കര ഉറക്ക. ഇവൻ്റെ കഴുത്ത് കണ്ട തരപ്പൻ്റെ പോലെയാ. അപ്പം അവനെ ഞാൻ തരപ്പൻ ബാസി നിട്ടു. ഇവന് കയറി കടനെ അല്ലടി. അപ്പം മീമി തിന്ന് ചുക്കായിട്ട് ഉറങ്ങി. ഇവർക്കൊരു ചോറ് തെറ്റിണ്ട്, അത് കിട്ടി ഞങ്ങളത് കഴിക്കും. അപ്പം ഞാനത് ആലോചിക്കട്ടെ കേട്ടോ വേണമെന്ന്. പക്ഷേ നിങ്ങൾക്ക് തരുന്നില്ല. എന്തേ? രണ്ടാളും കൂടെ ഒന്ന് നോക്കിയേ. അവ വലിയവർക്ക് ബാസി ഭയങ്കര ഒരു കഴുത്ത് കണ്ട. ബാസിയുടെ കഴുത്ത് കണ്ടതേ ഇവിടെ വന്നെ ഇങ്ങനെ ഒരു വളവാ. കാണിച്ചു കൊടുക്കട ബസ്സിയെ. ആ അപ്പോൾ ടാറ്റ പറഞ്ഞു ഉറങ്ങാന്ന് ചോദിച്ചാറ്. ഓക്കാന്ന് വെച്ചാൽ ഉറങ്ങിച്ചോട്ടാ. ആച്ചമ്മേ ഉറങ്ങാൻ പോവുക ബാസി. അപ്പം തരുമ്പോൾ ബസ്സി ഏറ്റുവിട്ടാ. അമ്മ വന്നപ്പോൾ അമ്മേരെ പിന്നെയല്ല. അപ്പം അവൻ്റെ ഉറക്കത്തിൻ്റെ ഈണം കണ്ട നിങ്ങൾ. ജാതി തരപ്പോൾ കണ്ണടച്ച് പാല് കുടിക്കാന്ന് പറയേ. എന്തേ അപ്പോൾ അതിൻ്റെ ഉറക്കം കഴിഞ്ഞടാ. ഇതാണ് അവരുടെ അമ്മ കേട്ടോ. ഞാൻ അടുത്ത തേറ്റയ്ക്കുള്ള സങ്കടത്തിന് അവർ ഇറങ്ങുക. അമ്മ വന്ന് അപ്പോൾ അവർ വരും. ഇതവർ ചേച്ചിയാട്ടാ. നമ്മുടെ ഉണ്ടക്കണ്ടി പെണ്ണ്. രണ്ടാളുടെ ഉറക്കം കഴിഞ്ഞു കണ്ടു. രണ്ടാളും ഇറങ്ങി. മൂന്നാളും ആ അമ്മേരെ മക്കളാണ്.